ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു സിന്ധൂസ് ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു സോഫ്റ്റ് ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. അതിന് കൂട്ടാൻ വേണ്ട ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്ന ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ. ഈ അരി സാദാ പച്ചരിയല്ല, നമ്മുടെ പൊന്നി അരിയുടെ പച്ചരിയാണ് കേട്ടോ. അത് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഹാഫ് പോർഷൻ, അതായത് അതിൻ്റെ പകുതിയോളം ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ, ഒരു 5-6 ഉലുവ ഒത്തിരിയിട്ട കഴിക്കും. ഓക്കെ, ഇത് ഇനി നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിൻ്റെ അകത്ത് 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. കുറച്ച് പച്ചരി, ഉഴുന്ന്, കുറച്ച് ഉലുവ. നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ അരിയും ഉഴുന്നും ഒക്കെ നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കുതിരാൻ വേണ്ടിയാണ് വെക്കുന്നത്. ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ നമ്മൾ കുതിരാൻ വെക്കുകയാണ്. അരി എപ്പോഴും കുതിർത്തിട്ട് കഴുകുന്നതിലും നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്താൻ വെക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും ഒന്നുകൂടെ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ വരാൻ വേണ്ടി അതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ നമുക്കിത് 4 മണിക്കൂറോളം കുതിർക്കാൻ വെക്കാം. അപ്പോൾ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 5 മണിക്കൂർ ഞാൻ വെള്ളത്തിട്ടിരുന്നു. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരയ്ക്കണം. കുറച്ച് ചോറുകൂടെ ഞാനിവിടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് ചോറ് മിക്സ് ചെയ്താൽ മതി. ഇനി ഇത് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാനിത് കുതിർക്കാൻ വെച്ചത്. ഇനിയിപ്പം വേണമെങ്കിൽ ഈ വെള്ളം തന്നെ യൂസ് ചെയ്ത് നമുക്കത് അരി അരച്ചെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വേറെ വെള്ളം വേണമെങ്കിൽ ഇത് കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരിയിട്ട് ചോറുകൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ടുണ്ട്. വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം ഇഡ്ഡലിക്കാകുമ്പം കുറച്ച് കുറവ് വെള്ളം മതി. ദോശയ്ക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു ജാറിലേക്ക് മാറ്റാം. ഈ അരി അരച്ച് വെച്ചതിന് ശേഷം ഇനി ഇതിനകത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വെള്ളം ഇതിനകത്ത് ചേർക്കുന്നില്ല. ജാറ് കഴുകിയിട്ട് ഒന്നും എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല. ജാറ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്താൽ മതി. ഇനി എക്സ്ട്രാ വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണെങ്കിൽ അത് പൊങ്ങി വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇനി എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് വെള്ളം ഇതിലുണ്ട്. ഇപ്പോൾ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് സ്പൂൺ വെച്ചോ കൈ വെച്ചോ നമ്മൾ മിക്സ് ചെയ്യണം. ഞാൻ കൈ വെച്ച് മിക്സ് ചെയ്യാറില്ല, സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കവർ വെച്ച് നന്നായിട്ട് അടച്ച് നമുക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കാം. ഈ അരി അരച്ചത് ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്. രാവിലെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്, ഒരു 7 മണിക്ക്. അതുവരെ ഇത് റൈസ് കുക്കറിലാണ് ഇട്ട് വെക്കുന്നത്. റൈസ് കുക്കറിൽ ഇടുമ്പം അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചറിൽ അത് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. ഇപ്പം നമ്മുടെ ഇഡ്ഡലി മാവ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലപോലെ പൊങ്ങി ഇഡ്ഡലിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കണം. ഞാനിത് ഇഡ്ഡലി ഉണ്ടാക്കി കൊണ്ടുവരാം കേട്ടോ. എൻ്റെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി. ഇതാണ് കേട്ടോ എൻ്റെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പ്ലേറ്റ്. കണ്ടില്ലേ, ചെറിയ പ്ലേറ്റുകളാണ്, ചെറിയ ബോളുകളാണ്. ഇതിൻ്റെ അകത്താണ് ഞാൻ സ്ഥിരമായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് വലിയ പ്ലേറ്റ്. കണ്ടില്ല, എൻ്റെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ വട്ടയപ്പമൊക്കെ ആക്കുമ്പോഴുള്ള സോഫ്റ്റ്നെസ് ഇല്ലേ, അതുപോലെ ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കണേ. കണ്ടില്ലേ, നല്ല അടിപൊളി ഇഡ്ഡലി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കല്ലുമോള് വന്ന് ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ ചേച്ചിന്ന്. കല്ലു, ഇപ്പോൾ തരാം കേട്ടോ.
ഇതാ കുക്കും വന്നിട്ടുണ്ട്. രണ്ടുപേരുടെ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് കിച്ചണിലെത്തിയതാണ്. നമ്മുടെ ഇഡ്ഡലിക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്ന നല്ലൊരു പരിപ്പ് കറിയാണ് കേട്ടോ. പരിപ്പ് കറിക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. കുറച്ച് പരിപ്പ്, തക്കാളി, ചെറിയുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ മല്ലിയില. ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഞാൻ പരിപ്പ് കറി തയ്യാറാക്കുക. നല്ല ടേസ്റ്റാണ് ഇഡ്ഡലിയുടെ കൂട്ടത്തിൽ ഈ പരിപ്പ് കറി. പരിപ്പ് കറി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഞാൻ ഒരു കുക്കറിൻ്റെ അകത്തേക്ക് പരിപ്പ് നന്നായിട്ട് കഴുകി അതിൻ്റെ അകത്തേക്ക് തക്കാളി, പച്ചമുളക്, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇടും. വെളുത്തുള്ളി നമ്മൾ ചേർക്കുന്നത് ഗ്യാസൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് തന്നെ വെളുത്തുള്ളി ചേർക്കുന്നത്. ഇങ്ങനെ ഇതൊരു 4 വിസിൽ വേണമെന്നില്ല, ഒരു 3 വിസിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതൊരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം, ഉടച്ചെടുക്കണം. ഇനി ഒരു ചട്ടിക്കകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുക. ഇതാണ് പ്രധാന ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. മല്ലിയില ഇടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. കുറച്ച് സാമ്പാർ പൊടിയാണ് കേട്ടോ. ഈ സാമ്പാർ പൊടി കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, ഞാൻ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കിയതാണ്. നമുക്ക് കുറഞ്ഞ ചിലവിൽ വീട്ടിൽ നല്ല സാമ്പാർ പൊടി ഉണ്ടാക്കി വെക്കാം. ഇത് കൂട്ട് കുറച്ച് ഞാൻ ഈ പരിപ്പ് കറിയിൽ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സാമ്പാർ ഇഡ്ഡലിയുടെ കൂട്ടത്തിലും ദോശയുടെ കൂട്ടത്തിലും ഒക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. ഒന്ന് ശ്രമിച്ച് നോക്കണേ. നല്ല രുചിയുള്ള പരിപ്പ് കറിയും ഇഡ്ഡലിയുമാണ്. ഇതൊരു കർണാടക സ്റ്റൈല് പരിപ്പ് കറി എന്ന് പറയാം കേട്ടോ. വളരെ നല്ല ടേസ്റ്റാണ്.